നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപമ ശ്രീനാഥ്. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് തേനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി തേന് ആർക്കൊക്കെ ഉപയോഗിച്ചുകൂടാ എന്ന് പറയാം. ഇപ്പോ പ്രമേഹത്തില് തേൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് പലരും. അപ്പം ആയുർവേദത്തിൽ എന്താണ് അതിനെപ്പറ്റി പറയുന്നത് എന്നും ചോദിക്കാറുണ്ട്. പ്രമേഹം ആയുർവേദത്തിൽ ഏകദേശം 20 ടൈപ്പ് പ്രമേഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്ന ഈ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന പ്രമേഹം, അതിന് ആയുർവേദത്തിൽ മധുമേഹം എന്നാണ് പറയുന്നത്. അതൊരു വാതജ പ്രമേഹത്തിന്റെ ഗ്രൂപ്പിലാണ് ഈ മധുമേഹം വരുന്നത്. തേന് കഫത്തിനെ കുറയ്ക്കുകയും വാദത്തിനെ കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ മധുമേഹത്തില് തേന് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഡയബറ്റിസ് ഓൾറെഡി ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും അവരുടെ ഭക്ഷണത്തിൽ നിന്നും തേന് ഒഴിവാക്കണം. മറ്റ് പല മേഹങ്ങളിലും തേനിന്റെ കൂടെ മരുന്നുകൾ കഴിക്കാൻ പറയുന്നുണ്ട്. പല മരുന്നുകളുടെയും മേമ്പൊടിയായിട്ട് തേൻ വരുന്നുണ്ട്. പക്ഷെ മധുമേഹത്തില് തേന് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി രണ്ടാമത്തെ ആൾക്കാര് എന്തെങ്കിലും അലർജി, തേനിനോട് അലർജി, കാരണം പല പൂക്കളിൽ നിന്നും ഇത് കളക്ട് ചെയ്യുന്നതാണ് ഈ തേന്. അപ്പം ഒരു അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ തേന് പരമാവധി ഒഴിവാക്കുക. ഇനി ഈ ഷുഗർ പേഷ്യൻസിൽ, ബ്ലഡ് ഷുഗർ കൂടുതലുള്ള ഡയബറ്റിക് പേഷ്യൻസിൽ ഈ തേൻ ഒഴിവാക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, തേനും ഷുഗറും എടുത്ത് നോക്കുകയാണ്, തേനും പഞ്ചസാരയും എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടിലും ഷുഗർ കണ്ടന്റ് ഉണ്ട്. പക്ഷെ തേനിൽ കുറച്ചും കൂടെ വിറ്റമിൻസും മിനറൽസും ഉള്ളത് കൊണ്ട് തേൻ നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളും കൂടെ തരുന്നുണ്ട്. എന്നാൽ പഞ്ചസാരയിൽ വെറും ഷുഗർ, കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പഞ്ചസാരയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ്, അതായത് ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പം എത്ര പെട്ടെന്നാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ ഈ ഷുഗർ ലെവൽ കൂടുന്നു എന്നതിന്റെ സൂചികയാണ് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് 60, അതേപോലെ തേനിൻ്റെത് എടുത്ത് നോക്കുകയാണെങ്കിൽ 58. അപ്പൊ വലിയ വ്യത്യാസം ഇല്ലാന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം. അപ്പൊ തേനും ഏകദേശം അതേ അളവിൽ തന്നെ നമ്മുടെ ഷുഗർ ലെവല് കൂട്ടുന്നുണ്ട്. അപ്പൊ പരമാവധി ഇപ്പം ഗ്ലൈസിമിക് ഇൻഡെക്സ് 30 ഒക്കെ ഉള്ള തേനുകളും ഉണ്ട്. അത് പിന്നെ അത്രയും നമ്മൾ അത് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുക തന്നെ വേണം. എല്ലാ തേനുകളും ഇതേപോലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് 30 ആയിട്ടുള്ള തേനുകളല്ല. അപ്പൊ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള തേനുകൾ തന്നെ വളരെ പ്യുവർ ആയിട്ടുള്ള തേന് നമ്മൾ കിട്ടാൻ വളരെയധികം പ്രയാസമാണ്. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന തേന് റോ ആയിട്ടുള്ള നല്ല തേനാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന്റെ ശേഷം മാത്രമേ തേൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. താങ്ക് യു.